ഹായ് വെൽക്കം ടു സി സി പ്ലസ്. ഞാൻ നീതു. അപ്പോൾ നമ്മുടെ ജോഗ്രഫിയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? മാപ്പ് സ്റ്റഡിയാണ്. അപ്പോൾ ഇന്ത്യയുടേതായാലും വേൾഡിൻ്റെ ആയാലും അതുപോലെ തന്നെ കേരളയുടേതായാലും കൃത്യമായിട്ട് മാപ്പ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് ഒന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യയുടെ മാപ്പ് നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ലാൻഡിൻ്റെ ആ ഒരു ഷേപ്പ്, അതിൻ്റെ ഭംഗി, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ജോഗ്രാഫിക്കൽ വെറൈറ്റി കൊണ്ട് തന്നെ എന്താണ് നമ്മുടെ കൾച്ചറിലും അത്രയേറെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ജോഗ്രഫിയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് നമ്മുടെ കൾച്ചർ അത്രയും, നമ്മുടെ ട്രഡീഷൻസ് അത്രയും ഭംഗിയുള്ളതായിരിക്കുന്നത്, നമ്മുടെ ഹിസ്റ്ററി അത്രയും മനോഹരമായിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഇന്ത്യയുടെ എന്താണ് ഈ ഒരു ലാൻഡ് ഷേപ്പിൽ നിന്ന് എന്താണ് നമുക്ക് ഇവിടെ എന്തുണ്ട്? ഓഷ്യൻ ഉണ്ട് അല്ലെ? അപ്പൊ ഈ സൈഡിൽ എന്താണ്? വെസ്റ്റ് സൈഡിൽ അറേബ്യൻ സീ ഉണ്ട്. വെസ്റ്റ് സൈഡിൽ എന്താണുള്ളത്? അറേബ്യൻ സീ ഉണ്ട്. ഓക്കെ, അറേബ്യൻ സീ ഉണ്ട് വെസ്റ്റിൽ. ദെൻ ഈസ്റ്റ് സൈഡിൽ എന്തുണ്ട്? ബേ ഓഫ് ബംഗാൾ ഉണ്ട്. ബേ ഓഫ് ബംഗാൾ ഉണ്ട്. ഓക്കെ, അപ്പൊ വെസ്റ്റ് സൈഡിൽ അറേബ്യൻ സീയും ഈസ്റ്റ് സൈഡിൽ ബേ ഓഫ് ബംഗാളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഓഷ്യൻ ശരിക്കും പറഞ്ഞ ഈ ഇന്ത്യൻ ഓഷ്യന്റെ പാർട്ടാണ് ഏത്? വെസ്റ്റ് സൈഡിലുള്ളത് അറേബ്യൻ സീ ആയിട്ടും എന്താണ് ഈസ്റ്റ് സൈഡിലുള്ളത് ബേ ഓഫ് ബംഗാൾ ആയിട്ടും നമുക്കറിയാം. അതുപോലെ തന്നെ എന്താണ് എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ? 28 സ്റ്റേറ്റ്സ് ഉണ്ട്. 28 സ്റ്റേറ്റ്സ്. പിന്നെ നമുക്ക് എന്തുണ്ട്? ഈ 28 സ്റ്റേറ്റ്സിന്റെ കൂടെ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഈ വെള്ളത്തിൽ കിടക്കുന്ന ഈ ലാൻഡ് ഫോമിനെ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് അയലൻഡ് അല്ലെ? അപ്പൊ നമുക്ക് ഇന്ത്യക്ക് അയലൻഡ്സ് ഉണ്ട്. അറേബ്യൻ സീയിൽ ഏത് ഐലൻഡ് ഉണ്ട്? ലക്ഷദ്വീപ് ഉണ്ട്. അറേബ്യൻ സീയിലുള്ള ഇന്ത്യയുടെ ഐലൻഡ് ആണ്, അതായത് ഇന്ത്യൻ ടെറിട്ടറി ആണ് എന്ത്? ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അത് നമ്മൾ UT ആയിട്ട് പറയുന്നു അല്ലെ? യൂണിയൻ ടെറിട്ടറി ആയിട്ട് പറയുന്നു. അപ്പൊ യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്? യൂണിയൻ ഗവൺമെന്റ് അല്ലെ? സെൻട്രൽ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന്റെ കീഴിലുള്ളതിനെയാണ് എന്ത് പറയാ? UT എന്ന് പറയാ. അപ്പൊ അവിടെ എന്താണ്? നോർമലി ചീഫ് മിനിസ്റ്റേഴ്സ് ആയിരിക്കില്ല. പക്ഷെ നമുക്കറിയാം ഡൽഹി എന്ന് പറയുന്ന UTയിൽ എന്താണ്? ചീഫ് മിനിസ്റ്റർ ആണ് അവിടെ അഡ്മിനിസ്ട്രേഷൻ അല്ലെ ലീഡർ എന്ന് പറയുന്നത്. എന്നാൽ നോർമലി UTസിലുള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ ഭരണത്തിന്റെ നേതൃത്വത്തിനെയാണ് എന്ത് പറയാ? ലെഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയാം. അപ്പൊ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു യൂണിയൻ ടെറിട്ടറി ആണ്. അതൊരു ഐലൻഡ് ആണ്. അറേബ്യൻ സീയിലാണുള്ളത്. ഇനി ലക്ഷദ്വീപിന്റെ ക്യാപിറ്റലും കൂടെ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. കവരത്തിയാണ്. ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ കവരത്തിയാണ്. ഇനി ബേ ഓഫ് ബംഗാളിലേക്ക് വന്നാൽ, നമ്മുടെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നാൽ ഇവിടെയും ഉണ്ട് നമുക്കൊരു അയലൻഡ്. അതാണ് കുറച്ചും കൂടെ വലിയ, എന്താണ് ലക്ഷദ്വീപിനേക്കാൾ കുറെ അധികം വലിപ്പമുള്ള നമ്മുടെ അയലൻഡ് ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ അയലൻഡ്സ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ അയലൻഡ്സ് അതും ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറി ആണ്. അപ്പൊ പോർട്ട് ബ്ലെയർ ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെ ക്യാപിറ്റൽ എന്ന് ഓർത്ത് വെക്കുക. പിന്നെ എന്താണ് ലക്ഷദ്വീപ് ഫോം ചെയ്തിട്ടുള്ളത്? എന്താണ്? പവിഴപ്പുറ്റുകൾ കൊണ്ടാണ് അല്ലെ? കോറൽ ഒറിജിൻ ആണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. എന്നാൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്ന് പറയുന്നത് എന്താണ്? അഗ്നിപർവ്വത വിസ്ഫോടനത്തിന്റെ ഫലമായിട്ട് ഫോം ചെയ്തതാണെന്നും ഓർത്ത് വെക്കണം. അതൊരു ബേസിക് ഫാക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ബേ ഓഫ് ബംഗാളിലുള്ള ഐലൻഡ് ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ദെൻ അറേബ്യൻ സീയിലുള്ളതാണ് ലക്ഷദ്വീപ്. ഇനി നമുക്ക് 28 സംസ്ഥാനങ്ങൾ അല്ലെ? 28 സംസ്ഥാനങ്ങൾ. അപ്പൊ നമുക്ക് ഓരോ ബൗണ്ടറീസും അറിഞ്ഞിരിക്കണം. ഏറ്റവും എന്താണ് നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ആയാലും സതേൺ മോസ്റ്റ് പോയിന്റ് ആയാലും ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഏറ്റവും സൗത്തുള്ള, അതായത് നമ്മുടെ തിരുവനന്തപുരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ കേരളയല്ല അല്ലെ? കേരളത്തിനേക്കാളും കുറച്ച് താഴെ ഏതുണ്ട്? തമിഴ്നാട് വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ തമിഴ്നാടിന്റെ ഏറ്റവും അറ്റത്തുള്ള സ്ഥലമാണ് ഏത്? കന്യാകുമാരി. ഏതാണ്? കന്യാകുമാരി. ഓക്കെ, അപ്പൊ കന്യാകുമാരിയാണ് ഇന്ത്യയുടെ മെയിൻലാൻഡിൽ ഏറ്റവും താഴെ കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കതിനെ എന്ത് പറയാം? സതേൺ മോസ്റ്റ് ടെറിട്ടറി ഓഫ് ഇന്ത്യൻ മെയിൻലാൻഡ്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് ആ ട്വിസ്റ്റ്? നമ്മുടെ ഇന്ത്യയുടെ ടെറിട്ടറി തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഏത്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. അപ്പൊ അതിന്റെ അറ്റത്ത് കിടക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ ഇല്ലേ? അതിന്റെ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്. അപ്പൊ ഏറ്റവും സതേൺ മോസ്റ്റ് എന്ന് പറയുമ്പം ആൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെ ഏറ്റവും താഴെ കിടക്കുന്ന പോയിന്റ്. അപ്പൊ നമുക്കൊന്നൊന്ന് നോക്കി നോക്കാം. കന്യാകുമാരിയേക്കാൾ താഴെ വരില്ലേ അല്ലേ? എന്താണ്? ഓഷ്യനിലാണ്, ഐലൻഡ് ആണ്. അപ്പം അത് കന്യാകുമാരിയേക്കാൾ താഴെ വന്നു. അപ്പൊ ആ പോയിന്റിന്റെ, ആ സ്ഥലത്തിന്റെ പേരാണ് ഇന്ദിര പോയിന്റ്. എന്താണ്?
ഇന്ദിര പോയിന്റ്. സോ ഇന്ദിര പോയിന്റ് ആണ് ഇന്ത്യയുടെ സതേൺ മോസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ സതേൺ മോസ്റ്റ് ടെറിട്ടറി എന്ന് പറയുന്നത് ഇന്ദിര പോയിന്റ് ആണ്. പക്ഷെ എന്താണ് കന്യാകുമാരി? കന്യാകുമാരി എന്ന് പറയുന്നത് ഇന്ത്യയുടെ മെയിൻലാൻഡിലെ സതേൺ മോസ്റ്റ് പോയിന്റ്. അപ്പൊ ഈ ഇന്ദിര പോയിന്റ് എവിടെ വന്നു? വെള്ളത്തിൽ വന്നു അല്ലെ? വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിലുള്ള ലാൻഡ് ഫോം ആണ് അയലൻഡ്. അപ്പൊ നമ്മുടെ ഐലൻഡായ ആൻഡമാൻ ആൻഡ് നിക്കോബാറിന്റെ ഏറ്റവും സൗത്തിൽ കിടക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇന്ദിര പോയിന്റ് ആണ്. അപ്പൊ സിംപ്ലി എങ്ങനെ ചോദിക്കുന്നു? ദ മെയിൻ ലാൻഡിലെ ഏറ്റവും സതേൺ മോസ്റ്റ് പോയിന്റ് ഇൻ ഇന്ത്യൻ മെയിൻ ലാൻഡ് എന്ന് ചോദിച്ചാൽ കന്യാകുമാരി എന്ന് പറയും. സതേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ എന്ന് മാത്രം ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇന്ദിര പോയിന്റ് എന്ന് പറയും. ഇനി അതുപോലെ നമ്മൾ നോർത്തിലേക്ക് പോയാൽ ഏറ്റവും അറ്റത്ത് ഒരാളുണ്ടാവുമല്ലോ, ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ. അതെവിടെയാണ്? ലഡാക്കിലാണ് അല്ലെ? ഇപ്പൊ ലഡാക്ക് ഇപ്പൊ സ്റ്റേറ്റ് ആണോ? അല്ല, ലഡാക്ക് ഇപ്പൊ എന്താണ്? യൂണിയൻ ടെറിട്ടറിയാണ്. അപ്പം നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതും ഒരു ഇന്ദിരയാണ്. ഇന്ദിര കോൾ. എന്താണ് സ്ഥലത്തിന്റെ പേര്? ഇന്ദിര കോൾ. അപ്പൊ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇന്ദിര കോൾ. അപ്പൊ ഇന്ദിര കോൾ എന്ന് പറയുന്നത് എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നു? അത് ലഡാക്കിലാണ്. ലഡാക്ക് എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ ടെറിട്ടറി ആണ്. അപ്പോ ഈ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഈ ഒരു സിംഗിൾ സ്റ്റേറ്റ് അല്ലെ, നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്ന അല്ലെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോഴും ഈ ഒരു ടെറിട്ടറിക്ക് വേണ്ടി പ്രശ്നങ്ങൾ, കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ടെറിട്ടറിയാണ്. അപ്പൊ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഒക്കെ ഉണ്ട് അല്ലെ, പാകിസ്ഥാന്റെ കീഴിലുള്ള കാശ്മീരും ഇന്ത്യക്ക് എന്താണ് ഓണർഷിപ്പ് ഉള്ള കാശ്മീരും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ എന്താണ് തർക്കത്തിൽ കിടക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തു? സ്റ്റേറ്റ് എന്നുള്ള പദവി മാറ്റി എന്ത് കൊടുത്തു? യൂണിയൻ ടെറിട്ടറി എന്നുള്ള പദവിയിലേക്ക് മാറ്റി. ഇപ്പൊ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയപ്പോൾ ഈ പറഞ്ഞ സിംഗിൾ സ്റ്റേറ്റ് ആയിരുന്ന ജമ്മു ആൻഡ് കാശ്മീരിനെ രണ്ടായി ഡിവൈഡ് ചെയ്തു. എത്രയായി ഡിവൈഡ് ചെയ്തു? രണ്ടായി ഡിവൈഡ് ചെയ്തു. ഏതൊക്കെ? ലഡാക്കും അതേപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീറും. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിൽ ആര് വന്നു? ശ്രീനഗറും ജമ്മുവും വന്നു അല്ലെ? ശ്രീനഗറും ജമ്മുവും വന്നു. അപ്പൊ ആ ഒരു സ്ഥലത്തിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷന്റെ ഫീച്ചേഴ്സ് കൊണ്ട് തന്നെ രണ്ട് സീസണിൽ രണ്ട് ക്യാപിറ്റൽ അല്ലെ. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനുള്ളതാണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യേണ്ടി വരും. അപ്പൊ സീസണിനനുസരിച്ച് ശ്രീനഗറും ജമ്മുവും ആരുടെ ക്യാപിറ്റൽ? ജമ്മു ആൻഡ് കാശ്മീരിന്റെ ക്യാപിറ്റൽ. അതുപോലെ തന്നെ ലഡാക്ക്. ലഡാക്കിൽ എന്തുണ്ട്? പ്രധാനപ്പെട്ട സ്ഥലമായ കാർഗിൽ എവിടെ വന്നു? ലഡാക്കിൽ വന്നു. അതുപോലെ തന്നെ ലേയും ലഡാക്കിൽ വന്നു. അപ്പൊ ഡിവൈഡ് ചെയ്തപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെ സ്ഥലങ്ങളായ കാർഗിലും ലേയും. അപ്പൊ കാർഗിൽ ആൻഡ് ലേ ഡിവൈഡ് ചെയ്തപ്പോ എങ്ങോട്ടേക്ക് പോയി? ലഡാക്കിലേക്ക് പോയി. അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്തപ്പോ ജമ്മു ആൻഡ് കാശ്മീരിൽ തന്നെ ഏതുണ്ട്? ശ്രീനഗറും ജമ്മുവും ഉണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കണം. അപ്പോൾ അതാണ് നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് ഇന്ദിര കോൾ എന്ന് പറയുന്നു. ഇനി നമ്മൾ ഈസ്റ്റിലേക്ക് വരുമ്പോൾ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഉണ്ടാവും അല്ലെ. അതായത് ഈസ്റ്റ് സൈഡിലെ സ്റ്റേറ്റ്, ഏറ്റവും അറ്റത്തുള്ള ഈസ്റ്റേൺ സൈഡിലെ എന്താണ് ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സ്റ്റേറ്റ് ആണ് ഏത്? അരുണാചൽ പ്രദേശ്. ഏതാണ്? അരുണാചൽ പ്രദേശ്. അപ്പൊ അരുണാചൽ പ്രദേശിന്റെ ഏറ്റവും അറ്റത്തുള്ള സ്ഥലത്തിന്റെ പേരാണ് കിബിത്തു. എന്താ പേര്? കിബിത്തു. ഓക്കെ. അപ്പോ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഈസ് കിബിത്തു. ഓർത്ത് വെക്കണേ, ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഈസ് കിബിത്തു. ഇനി വെസ്റ്റിലേക്ക് വരുമ്പോൾ വെസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആണ് ഏത്? ഏറ്റവും വെസ്റ്റിൽ കിടക്കുന്ന അല്ലെ, എന്താണ് അറേബ്യൻ സീന്റെ അറ്റത്ത് കിടക്കുന്ന ഏത്? ഗുജറാത്ത് അല്ലെ, ഗുജറാത്ത്. ഇപ്പൊ ഗുജറാത്തിലെ ഏറ്റവും അറ്റത്തുള്ള പോയിന്റ് ആണ് ഗുഹാർ മോത്തി. ഏതാണ്? ഗുഹാർ മോത്തി. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എന്താണ് കോഡ് നമുക്ക് ഓർത്തിരിക്കാം. അപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി ഏത് സ്റ്റേറ്റിലാണ്? ഗുജറാത്തിലാണ്. അപ്പൊ ഗുജറാത്ത്. ഓക്കെ, ഗുജറാത്തിന്റെ ഗുഹാർ എന്ന് ഓർത്ത് വെക്കുക. മോദിയുടെ മോത്തിന്നും കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഗുജറാത്തിലാണ് ഏത്? ഗുഹാർ മോത്തി. ഓക്കെ, ഗുഹാർ മോത്തി ഇസ് ദ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. മറന്നു പോകരുത്, വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഈസ് ഗുഹാർ മോത്തി. അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് കിട്ടി. ഏതാണ് നോർത്തേൺ മോസ്റ്റ് പോയിന്റ്? എല്ലാരും പറഞ്ഞ്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇന്ദിര കോൾ. അപ്പൊ ഇന്ദിര ഉണ്ട് ബേസിക് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ മുകളിൽ നിന്നാൽ നമുക്ക്
കോള് കിട്ടും. പിന്നെ ഏറ്റവും സതേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ താഴെ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഒരു പോയിന്റ് ആണ്. സോ എന്താണ്? സതേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇന്ദിര പോയിന്റ്. ദെൻ മെയിൻലാൻഡിലെ എന്താണ്? തമിഴ്നാടാണ് നമ്മുടെ ഏറ്റവും താഴെയുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേതാണ്? കന്യാകുമാരി. ഏതാണ്? കന്യാകുമാരി. ഇനി ഏറ്റവും വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്? ഗുഹാർ മോത്തി. GM അല്ലെ? ഗുഹാർ മോത്തി. ദെൻ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഈസ് കിബിത്തു. ദെൻ അപ്പോ 4 പോയിന്റ്സും നമുക്ക് കിട്ടി. ഇനി എന്തറിയണം? നോർത്തേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഏതാ? അപ്പൊ ഏറ്റവും അറ്റത്തുള്ള സ്ഥലം നോക്കണം. അപ്പൊ അവിടെ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീരും എന്താണ്? UT ആണ്. അപ്പൊ അതിന്റെ താഴേക്ക് വന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ ആര് കിടപ്പുണ്ട്? ഹിമാചൽ പ്രദേശ് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ നോർത്തേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഈസ് ഹിമാചൽ പ്രദേശ്. ദെൻ southern most state is Tamil Nadu. Then western most state is Gujarat. Then eastern most state is Arunachal Pradesh. ഏതാണ്? അരുണാചൽ പ്രദേശ്. സോ നമ്മുടെ ആ അതിരുകൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയല്ലോ? കിട്ടിയില്ലേ? പഠിച്ചില്ലേ? ഇപ്പൊ സദേൺ മോസ്റ്റ്, നോർത്തേൺ മോസ്റ്റ്, ഈസ്റ്റേൺ മോസ്റ്റ്, വെസ്റ്റേൺ മോസ്റ്റ് അപ്പൊ എല്ലാം കിട്ടിയല്ലോ. അപ്പൊ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി അകത്തേക്ക് പോവുകയാണെങ്കിൽ 28 സ്റ്റേറ്റ്സും 8 യൂണിയൻ ടെറിട്ടറിയും. അപ്പൊ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടല്ലേ? അപ്പൊ ചീഫ് മിനിസ്റ്ററുടെ കീഴിലുള്ള ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ട്. അപ്പൊ അതാണ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് എന്താണ്? അവിടെ കൃത്യമായിട്ട് ആരുടെ കൺട്രോൾ ഉണ്ടാവും? സെൻട്രൽ ഗവൺമെന്റിന്റെ, യൂണിയന്റെ കൺട്രോൾ ഉണ്ടാവും. അപ്പൊ അവിടെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ടാകും. ദെൻ ചീഫ് മിനിസ്റ്റർ ഉള്ള എന്താണ്? UT ആണ് ഡൽഹി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം സ്റ്റേറ്റ്സ് ഏതൊക്കെ? ഹിമാചൽ പ്രദേശ്. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്തുണ്ട്? ക്യാപിറ്റൽ ഉണ്ട്, തലസ്ഥാനമുണ്ട്. അപ്പൊ ഭരണപരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് ഇവിടെ ക്യാപിറ്റൽ. അപ്പൊ ഓരോ സ്റ്റേറ്റിന്റെയും ക്യാപിറ്റൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണ്ടേ? കൃത്യമായിട്ട് പഠിക്കണം. അത് ഏറ്റവും മൈന്യൂട്ട്, ഏറ്റവും ബേസിക് ആയിട്ടുള്ളതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് 5ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഏറ്റവും താഴത്തെ ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മളത് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഏതാ? ഷിംല. പിന്നെ ഇവിടെ ആരുണ്ട്? പഞ്ചാബ് ഉണ്ട്. ഓക്കെ, ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഷിംല. ഇവിടെ ആരുണ്ട്? പഞ്ചാബ് ഉണ്ട്. ഓക്കെ, ഇവിടെ പഞ്ചാബ് ഉണ്ട്. ഇവിടെ ആരുണ്ട്? ഹരിയാന ഉണ്ട്. ഓക്കെ, ഹരിയാന. അപ്പൊ പഞ്ചാബിനും ഹരിയാനയ്ക്കും കൂടി ഒരേ ഒരു ക്യാപിറ്റൽ, അതാണ് ചണ്ഡീഗർ. ഓക്കെ, അതാണ് ഏത്? ചണ്ഡീഗർ. ഓക്കെ, അപ്പൊ നമ്മുടെ 2 സംസ്ഥാനങ്ങൾക്കും കൂടി അതിന്റെ അതിരിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ചണ്ഡീഗർ. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇതാ ഇവിടെ ഒരു കുഞ്ഞ് സ്റ്റേറ്റ്, അതാണ് ഉത്തരാഖണ്ഡ് അല്ലെ? ആദ്യം ഈ പറയുന്ന ഈ വലിയ ഗ്രീൻ കളറിൽ കാണുന്ന ഈ സ്റ്റേറ്റ് ഏതാണിത്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും ഒരൊറ്റ സ്റ്റേറ്റ് ആയിരുന്നു. പിന്നെ അത് ഡിവൈഡ് ചെയ്ത് പോയിട്ട് ഇത് ഉത്തരാഖണ്ഡായി. അപ്പൊ ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഏത്? ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ ഡെറാഡൂൺ. ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ ആണ് ഡെറാഡൂൺ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഹരിയാനയുടെ അതേപോലെ തന്നെ പഞ്ചാബിന്റെ 2 സ്റ്റേറ്റിനും കൂടി ഒരേ ഒരു ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ചണ്ഡീഗർ. ഇനി ചണ്ഡീഗറിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, 3 പ്രത്യേകതകൾ. 2 സ്റ്റേറ്റിനും ഒരു ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഈ ചണ്ഡീഗർ എന്ന് പറയുന്നത് എന്താണ്? ഒരു UT കൂടിയാണ്. ചണ്ഡീഗർ ഒരു UT കൂടിയാണ്. ദെൻ ഉത്തരാഖണ്ഡ്, ഡെറാഡൂൺ, പിന്നെ ഈ വലിയ സ്റ്റേറ്റ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ഏതാണ്? ദാറ്റ് ഈസ് ലക്നൗ. ഓക്കെ, ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ലക്നൗ. പിന്നെ ഈ ഹരിയാനയുടെയും ഉത്തർപ്രദേശിന്റെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട ആൾ ഇരിക്കുന്നുണ്ട്, ഒരു കുഞ്ഞാണ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ഡൽഹി. ഓക്കെ, ന്യൂഡൽഹി. ഓക്കെ, ഡൽഹി എന്ന് പറയുന്നത് ഒരു UT ആണ്, അതുപോലെ തന്നെ നാഷണൽ ക്യാപിറ്റൽ ആണ്, ഓർത്ത് വെക്കുക.
അപ്പൊ അതെവിടെയാണ് കിടക്കുന്നത്? ഹരിയാനയുടെയും ഉത്തർപ്രദേശിന്റെയും ഇടയിലായിട്ട് കുഞ്ഞു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആര്? രാജസ്ഥാൻ, അല്ലെ? ഡെസേർട്ട് ഒക്കെയുള്ള രാജസ്ഥാൻ. രാജസ്ഥാന്റെ ക്യാപിറ്റൽ ജയ്പൂർ. ഓക്കെ, ജയ്പൂർ. ദെൻ ബീഹാർ. ഇവിടെ വരുമ്പോ ബീഹാർ ഉണ്ട്. ബീഹാറിന്റെ ക്യാപിറ്റൽ പാറ്റ്ന. ബീഹാറിന്റെ ക്യാപിറ്റൽ പാറ്റ്ന. BP എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബീഹാർ, പാറ്റ്ന. ദെൻ മധ്യത്തിൽ വരുമ്പോൾ മധ്യപ്രദേശ്, ഏറ്റവും മിഡിൽ. മധ്യപ്രദേശ് ഭോപ്പാൽ ആണ് ക്യാപിറ്റൽ. മധ്യപ്രദേശ് ഭോപ്പാൽ ആണ് ക്യാപിറ്റൽ. ദെൻ ഇവിടേക്ക് വരുമ്പോൾ ജാർഖണ്ഡ് ഉണ്ട്. ഇവിടെ ജാർഖണ്ഡ്. ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ റാഞ്ചി. ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ റാഞ്ചി. ഇനി നമുക്ക് ഈ വഴി അങ്ങനെ കയറിപ്പോ. ഓക്കെ, ഇവിടെ ആരുണ്ട്? ഗുജറാത്ത്. നമുക്കറിയാം ഗുജറാത്ത്. ഗുജറാത്തിൽ ഗാന്ധിജി ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ഗാന്ധിജിയുടെ സ്റ്റേറ്റ് ആയ ഗുജറാത്തിന്റെ ക്യാപിറ്റൽ ഗാന്ധിനഗർ. ഓക്കെ, ഗാന്ധിനഗർ. പിന്നെ ഇവിടെ അതിന്റെ ഇടയിൽ കുറച്ച് നമുക്ക് എന്താണ് യൂട്ടീസ് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ദാമൻ ദിയു, അതുപോലെ തന്നെ ദാദ്ര ആൻഡ് നാഗർ ഹവേലി. അപ്പൊ ദാമൻ ദിയു എന്ന് പറയുന്നത് ദാമനും ഉണ്ട് ദിയും ഉണ്ട്. അപ്പൊ ദാമനും ദിയും. ഓക്കെ, ദാമനും ദിയും കൂടെ ചേർന്ന് ഒറ്റ UT ആയിട്ടാണ് മുമ്പ് പറഞ്ഞിരുന്നത്, ദാമൻ ആൻഡ് ദിയു. പിന്നെ ദാദ്രയും നാഗർ ഹവേലിയും ചേർന്ന് ദാദ്ര ആൻഡ് നാഗർ ഹവേലി മറ്റൊരു UT ആയിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പൊ ഈ 4 ആൾക്കാരെയും കൂടി ഒറ്റൊന്നാക്കിയിട്ട് ഒരൊറ്റ UT ആയിട്ടാണ് പറയുക. അപ്പൊ ദാമൻ ആൻഡ് ദിയു, ദാദ്ര ആൻഡ് നാഗർ ഹവേലി ഈ ഭാഗത്ത് ഗുജറാത്തിന്റെയും മഹാരാഷ്ട്രയുടെയും ഇടയിലായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ വരുമ്പോൾ മഹാരാഷ്ട്ര, ഈ കാണുന്ന വലിയ സ്റ്റേറ്റ് അല്ലേ, നമ്മുടെ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ബിസിനസ് സിറ്റി എന്നൊക്കെ പറയുന്ന മുംബൈ ആണ് മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ. പിന്നെ ഇവിടെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആയ ഗോവ, അല്ലെ, കുഞ്ഞു സ്റ്റേറ്റ് ആയ ഗോവ മഹാരാഷ്ട്രയുടെയും കർണാടകയുടെയും ഇടയിൽ. മഹാരാഷ്ട്രയുടെയും കർണാടകയുടെയും ഇടയിൽ ആരുണ്ട്? ഗോവ. ഗോവയുടെ ക്യാപിറ്റൽ പനാജി. ഗോവയുടെ ക്യാപിറ്റൽ പനാജി. പിന്നെ താഴേക്ക് വരുമ്പോൾ കർണാടക. ഓക്കെ, കർണാടക ഇന്ത്യയുടെ കേരളയുടെ നെയ്ബറിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള കർണാടക. ബാംഗ്ലൂർ. ഓക്കെ, ക്യാപിറ്റൽ ബാംഗ്ലൂർ. ദെൻ എന്താണ് എഗെയിൻ നമ്മുടെ അടുത്ത നെയ്ബറിംഗ് സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാടു. തമിഴ്നാടുവിന്റെ ക്യാപിറ്റൽ ഏതാണ്? ചെന്നൈ. തമിഴ്നാടുവിന്റെ ക്യാപിറ്റൽ ചെന്നൈ. പിന്നെ ഇവിടെ പറയുമ്പോൾ തമിഴ്നാടുവിന്റെ ഇവിടെ എന്തുണ്ട്? പുതുച്ചേരി അഥവാ പോണ്ടിച്ചേരി ഉണ്ട്. പുതുച്ചേരി എന്ന് പറയുന്നത് എന്താണ്? ഒരു UT ആണ്, യൂണിയൻ ടെറിട്ടറി ആണ്. പിന്നെ നമ്മുടെ സ്വന്തം കേരള, അല്ലെ? കേരളയുടെ ക്യാപിറ്റൽ തിരുവനന്തപുരം. ഇവിടെ ഒരു UT, കേന്ദ്രഭരണ പ്രദേശം. പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹി ഇവിടെ ഉണ്ട്. കേരളയില് പുതുച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹി ഉണ്ട്. ഓക്കെ, ദെൻ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ നേരെ നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ആന്ധ്രാപ്രദേശ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്. അപ്പം ആന്ധ്രാപ്രദേശും ഇവിടെ എന്തുണ്ട്? തെലുങ്കാനയുണ്ട്. അപ്പൊ ആന്ധ്രാപ്രദേശും തെലുങ്കാനയും കൂടി ഒരൊറ്റ വലിയ സ്റ്റേറ്റ് ആയിരുന്നു, അല്ലെ? ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം, അല്ലെ? ലാംഗ്വേജിന്റെ ബേസിൽ രൂപീകരിച്ച ആദ്യത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള ആന്ധ്രാപ്രദേശ് ഉണ്ടായിരുന്നു. അപ്പൊ ആന്ധ്രാപ്രദേശിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇത് ആന്ധ്രയായി, അല്ലെ? ഇത് ആന്ധ്രാപ്രദേശായി. പിന്നെന്താ? ഈ ഭാഗം തെലുങ്കാനയായി. അപ്പം എന്താണ് ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ ആയിരുന്ന ഹൈദരാബാദ് എങ്ങോട്ടേക്ക് പോയി? തെലുങ്കാനയിലേക്ക് പോയി. സോ അതുകൊണ്ട് തന്നെ എന്താണ്? തെലുങ്കാനയുടെ ക്യാപിറ്റൽ ആണ് ഇപ്പോൾ ഹൈദരാബാദ്. അപ്പൊ തെലുങ്കാനയുടെ ക്യാപിറ്റൽ ഹൈദരാബാദ്. അപ്പോൾ എന്ത് വേണം? ആന്ധ്രാപ്രദേശിന് ഒരു ക്യാപിറ്റൽ വേണം. അപ്പൊ ആന്ധ്രയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം വേണം. അതാണ് അമരാവതി. സോ ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ അമരാവതി. പിന്നെ ഇവിടെ എന്തുണ്ട്? ഈ പിങ്ക് കളറിൽ കാണുന്നത് എന്താണ്? ഛത്തീസ്ഗഡ്. ഓക്കെ, ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ റായ്പൂർ. സോ ഛത്തീസ്ഗഡ്, റായ്പൂർ, രാജസ്ഥാൻ, ജയ്പൂർ. ഓക്കെ, അപ്പോൾ എന്താണ്? ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ റായ്പൂർ. പിന്നെ ഒഡീഷ നോക്കുമ്പോൾ എന്താണ്? ഭുവനേശ്വർ. ഒഡീഷ, ഭുവനേശ്വർ, മധ്യപ്രദേശ്, ഭോപ്പാൽ. ഓക്കെ, കണക്ട് ചെയ്ത് പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടേതായ സ്റ്റോറി ഉണ്ടാക്കി പഠിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ് ഉണ്ടാക്കിയിട്ട് പഠിക്കാം. എന്നിട്ട് ആ കോഡ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ കൂടുതൽ കൂട്ടുകാർക്ക് അത് ഹെൽപ്ഫുൾ ആവും. അപ്പൊ എന്താണ്? ഒഡീഷയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭുവനേശ്വർ. ഒഡീഷയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭുവനേശ്വർ ആണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ എവിടെ എത്താം? ജാർഖണ്ഡിൽ. എവിടെ എത്തുന്നു? ജാർഖണ്ഡിൽ. ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ ഏതാണ്? റാഞ്ചി. ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ റാഞ്ചി. ഓക്കെ, ജാർഖണ്ഡിന്റെ ക്യാപിറ്റൽ റാഞ്ചി. പിന്നെ നോക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്? വെസ്റ്റ് ബംഗാൾ ഉണ്ട്. വെസ്റ്റ് ബംഗാൾ. സോ വെസ്റ്റ് ബംഗാളിന്റെ ക്യാപിറ്റൽ കൊൽക്കത്ത, അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് കൊൽക്കത്ത. അപ്പൊ കൊൽക്കത്ത നഗരം ആരുടെ ക്യാപിറ്റൽ ആണ്?
വെസ്റ്റ് ബംഗാൾ. അതിനിടയ്ക്ക് ചോദിക്കട്ടെ, ഈ വെസ്റ്റ് ബംഗാൾ എന്തുകൊണ്ടാണ് ഈസ്റ്റിലിരിക്കുന്നത്? ഈസ്റ്റിലിരിക്കുന്ന ആൾക്ക് എന്തുകൊണ്ട് വെസ്റ്റ് ബംഗാൾ എന്ന് പേരിട്ടു? പറയാമോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാമോ? എന്താണ്, എന്തുകൊണ്ടാ? ഈസ്റ്റ് ബംഗാൾ എന്നല്ലേ പേരിടണ്ടേ? ഇത് ഈസ്റ്റ് സൈഡ് അല്ലേ? ദിസ് ഈസ് ഈസ്റ്റ്, ദിസ് ഇസ് വെസ്റ്റ് അല്ലേ? ദിസ് ഇസ് നോർത്ത്, then this is south. then why വെസ്റ്റ് ബംഗാൾ? ഇവിടെ ആരുണ്ട്? ഈ കാണുന്ന പോർഷനിൽ ഒരു കൺട്രി ഉണ്ട്. ഏതാണ് ആ കൺട്രി? ഇവിടെ ഇങ്ങനെ കാണുന്ന ഈ കൺട്രി ഏതാണ്? ദാറ്റ് ഈസ് ഏതാ? ബംഗ്ലാദേശ് അല്ലേ? ബംഗ്ലാദേശ്. അപ്പൊ ഈ കാണുന്ന ബംഗ്ലാദേശ് ആയിരുന്നു എന്ത്? ഈസ്റ്റ് ബംഗാൾ. ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ഈ കാണുന്ന ബംഗ്ലാദേശ് ആയിരുന്നു. അപ്പൊ ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും ചേർന്ന ബംഗാൾ ആയിരുന്നു ഇന്ത്യയുടെ ബംഗാൾ. ഓക്കെ, അപ്പൊ അത് ഡിവൈഡ് ചെയ്തു പോയപ്പോൾ ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന മറ്റൊരു കൺട്രി ആയി മാറിയപ്പോൾ ഈസ്റ്റ് ബംഗാൾ ബംഗ്ലാദേശ് ആയി. അപ്പൊ വെസ്റ്റിലുള്ള ആ ബംഗാളിനെയാണ് ഇന്ത്യക്ക് കിട്ടിയത്. അതായത് ഈ ബംഗാൾ എന്ന് പറയുന്ന വലിയ ബംഗാളിന്റെ വെസ്റ്റ് സൈഡിലെ പാർട്ട്, ദാറ്റ് ഈസ് വെസ്റ്റേൺ ബംഗാൾ, അത് ഇന്ത്യക്ക് കിട്ടി. അതുകൊണ്ട് ആ പേര് ഇപ്പോഴും എന്താണ്? വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ദാറ്റ് ഈസ് വെസ്റ്റ് ബംഗാൾ. സോ വെസ്റ്റ് ബംഗാൾ എന്തുകൊണ്ടാണ് ഈസ്റ്റിലിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാക്കി സ്റ്റേറ്റ്സിലേക്ക് പോകാം. ഇപ്പൊ വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത എന്ന് പറഞ്ഞു. ഇനി ബീഹാർ നമ്മൾ ഓൾറെഡി പാറ്റ്ന എന്ന് പറഞ്ഞില്ലേ? പാറ്റ്നയാണ് ബീഹാർ, ബി. ദെൻ ഇവിടെ ഇങ്ങ് മുകളിൽ ആര് കയറി കിടപ്പുണ്ട്? ഇവിടെ കണ്ടോ, വെസ്റ്റ് ബംഗാൾ ഇങ്ങനെ പോയിട്ട് ഇവിടം വരെ ഉണ്ട്. വെസ്റ്റ് ബംഗാൾ അവിടെ തീരുന്നില്ല. ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് കിടക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ചിക്കൻ നെക്ക് എന്നൊക്കെ പറയാറുണ്ട്, കോഴിയുടെ കഴുത്ത് പോലെ. അപ്പൊ ചിക്കൻ നെക്ക് എന്നൊക്കെ പറയുന്നത് വെസ്റ്റ് ബംഗാളിനെയാണ്. അപ്പൊ വെസ്റ്റ് ബംഗാളിന്റെ മുകളിൽ ആരുടെ കുഞ്ഞു സ്റ്റേറ്റ്? സിക്കിം ഉണ്ട്. സിക്കിമിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗാംടോക്ക് ആണ്. അപ്പൊ സിംഗ് ഗാനം. ഓക്കെ, സിക്കിം ഗാംടോക്ക്. ഓക്കെ, ഗാംടോക്ക് ആണ് സിക്കിമിന്റെ ക്യാപിറ്റൽ. ദെൻ നേരെ വന്ന ആരുണ്ട്? ഇവിടെ ത്രിപുര പോവാം. ത്രിപുരയുടെ ക്യാപിറ്റൽ അഗർത്തല. ഓക്കെ, ത്രിപുര അഗർത്തല. അപ്പൊ ത്രിപുരയുടെ ക്യാപിറ്റൽ അഗർത്തല. ഓക്കെ, ത്രിപുര അഗർത്തല. ദെൻ മിസോറാം ഐസ്വാൾ. ഓക്കെ, ആ സെഡ് കൊണ്ട് കണക്ട് ചെയ്യുക. ഐസ്വാൾ മിസോറാം. ഓക്കെ, മിസോറാം ഐസ്വാൾ. ദെൻ മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ഇംഫാൽ. ഓക്കെ, ഇംഫാൽ. അപ്പൊ പാൽ എന്ന് വേണമെങ്കിൽ ഓർക്കാം, പശുവിന്റെ പാലൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് മണി കിട്ടും. ഓക്കെ, അപ്പൊ മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ഇംഫാൽ. ദെൻ ഇവിടെ മേഘാലയ ഷില്ലോങ്. ഓക്കെ, മേഘാലയ, മേഘത്തിന്റെ ആലയ, മേഘാലയ ഷില്ലോങ്. ഓക്കെ, മേഘാലയ ഷില്ലോങ്. ദെൻ ഇവിടെ ആസാം ദിസ്പൂർ. ദെൻ നാഗാലാൻഡ് കൊഹിമ. ഓക്കെ, നാഗാലാൻഡ് കൊഹിമ. ദെൻ ദ ലാസ്റ്റ് ഈസ്റ്റേൺ മോസ്റ്റ് സ്റ്റേറ്റ് ആയ അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഇറ്റാനഗർ. ഓക്കെ, അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഇറ്റാനഗർ. അപ്പൊ 28 സ്റ്റേറ്റ്സ് ആയി, 8 യൂണിയൻ ടെറിട്ടറി ആയി അല്ലെ? 8 യൂണിയൻ ടെറിട്ടറി ആയി. അതുപോലെ തന്നെ രണ്ട് സൈഡിലുമുള്ള എന്താണ്? ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ ഓഷ്യന്റെ പാർട്ടായിട്ടുള്ള ബേ ഓഫ് ബംഗാളും അറേബ്യൻ സീയും പിന്നെ ഐലൻഡ്സ് ആയിട്ടുള്ള യൂട്ടീസ്, ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ഇതുപോലുള്ള ബേസിക് കാര്യങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ എന്താണ് ഒരു പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യ കണ്ടാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അപ്പൊ ഈ വസ്തുത കൃത്യമായിട്ട് പഠിച്ചിരിക്കണേ. അത് 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾ എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഈ സ്റ്റേറ്റ്സ് കാണുമ്പോൾ എവിടെയാണ് ഏതൊക്കെ സ്റ്റേറ്റ്? ഇപ്പൊ മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മധ്യപ്രദേശിലേക്കും, സിക്കിം എന്ന് പറയുമ്പോൾ വേഗം സിക്കിം നോക്കാനൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി എന്ത് ചെയ്യുക? ഇതിന് ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മളിത് ബൈഹാർട്ട് പഠിക്കലൊന്നും ഒരിക്കലും നടക്കൂല. എന്താണ്? നമ്മുടെ കയ്യിൽ അറ്റ്ലസ് ഉണ്ടായിരിക്കാം, മാപ്പ് ഉണ്ടായിരിക്കാം. ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് ഒരു മാപ്പ് വാങ്ങിയിട്ട് നിങ്ങളുടെ സ്റ്റഡി എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് അതിന്റെ മുമ്പിൽ വേൾഡ് മാപ്പ്, ഇന്ത്യ മാപ്പ്, കേരള മാപ്പ് ഇത് തൂക്കിയിടുക. ഡെയിലി നോക്കുക. ഓരോ ദിവസം ഓരോ സ്റ്റേറ്റ് ആയിട്ട് പഠിക്കാം. സിമ്പിൾ ആയിട്ട് എല്ലാം കൂടി ഇരുന്ന് ബൈഹാർട്ട് പഠിക്കുകയൊന്നും വേണ്ട. ഒരു ദിവസം ഒരു 5 സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ വെച്ചങ്ങ് പഠിക്കുക. അപ്പൊ എന്തായി? അപ്പൊ 28 സ്റ്റേറ്റ് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ വീണ്ടും റിവൈസ് ചെയ്തിട്ട് വീണ്ടും പഠിച്ച് നമുക്ക് അത്രയും തറോ ആക്കി മാറ്റാൻ പറ്റും. പഠിക്കാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്, പഠിച്ചവരെ മിടുക്കന്മാർ. ഓക്കെ, അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഫാക്ട്സ്. അപ്പൊ എന്ത് ചെയ്യുക? ഇവിടെ ഞാൻ 5 സ്റ്റേറ്റ്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഓർഡറിൽ, അതായത് ആൽഫബറ്റിക്കൽ ഓർഡറിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ ദിവസവും 5 സ്റ്റേറ്റ്സ് വെച്ച് പഠിക്കുക. ആദ്യത്തെ ദിവസം ആന്ധ്രാപ്രദേശ് അമരാവതി, അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ, ആസാം ദിസ്പൂർ, ബീഹാർ പാറ്റ്ന, ഛത്തീസ്ഗഡ് റായ്പൂർ എന്ന് പഠിച്ചാൽ
നെക്സ്റ്റ് ഡേ ഗോവ, പനാജി, ഗുജറാത്ത്, ഗാന്ധിനഗർ, ഹരിയാന, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, ഷിംല, ജാർഖണ്ഡ്, റാഞ്ചി. ദെൻ അടുത്ത ദിവസം കർണാടക, ബാംഗ്ലൂർ, കേരള, തിരുവനന്തപുരം, മധ്യപ്രദേശ്, ഭോപ്പാൽ, മഹാരാഷ്ട്ര, മുംബൈ, മണിപ്പൂർ, ഇംഫാൽ. ദെൻ നെക്സ്റ്റ് ഡേ മേഘാലയ, ഷില്ലോങ്, മിസോറാം, ഐസ്വാൾ, നാഗാലാൻഡ്, കൊഹിമ, ഒഡീഷ, ഭുവനേശ്വർ, പഞ്ചാബ്, ചണ്ഡീഗഡ് എന്ന് പഠിക്കാം. ദെൻ രാജസ്ഥാൻ, ജയ്പൂർ, സിക്കിം, ഗാംടോക്ക്, തമിഴ്നാട്, ചെന്നൈ, തെലങ്കാന, ഹൈദരാബാദ്, ത്രിപുര, അഗർത്തല. ദെൻ ഉത്തർപ്രദേശ്, ലക്നൗ, ഉത്തരാഖണ്ഡ്, ഡെറാഡൂൺ, വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത. കഴിഞ്ഞു. 28 സ്റ്റേറ്റ്സും അതിന്റെ ക്യാപിറ്റലും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത്രയും നന്നായിട്ട് പഠിക്കാം. നമ്മളിപ്പോ മാപ്പിലൂടെ പോയപ്പോൾ നല്ല സ്ലോ ആയിട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ അതൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് പഠിക്കണം. അതുപോലെ നമ്മുടെ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് അല്ലെ, 8 യൂണിയൻ ടെറിട്ടറീസ്. അപ്പൊ ആൻഡമാൻ ആൻഡ് നിക്കോബാർ, പോർട്ട് ബ്ലെയർ, ദെൻ ചണ്ഡീഗഡ് തന്നെ. ദെൻ ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ദിയുവിന്റെ ക്യാപിറ്റൽ ദാമൻ ആണ്. ഡൽഹി, ന്യൂഡൽഹി ആണ്. അപ്പൊ ഇത്രയും ബേസിക് ഫാക്ട് എന്ത് ചെയ്യാം, നമ്മളൊരു മാപ്പ് കാണുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പൊളിറ്റിക്കൽ മാപ്പാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതിന്റെ ഫിസിയോഗ്രാഫി ഉണ്ട് അല്ലെ, ഓരോ ലാൻഡ് സ്ട്രക്ചർ എങ്ങനെയാണ്, ഓരോ പാർട്ടിലും എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ. മാപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ഫാക്ട് ഉണ്ട്. അപ്പൊ മാപ്പ് നമ്മൾ പഠിച്ചാൽ, മാപ്പ് സ്റ്റഡി നടത്തിയാൽ തന്നെ ജോഗ്രഫിയുടെ മെജോറിറ്റി പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ നന്നായിട്ട് പഠിക്കണം, മാപ്പ് നന്നായിട്ട് പഠിക്കണം. ഏറ്റവും ഇൻട്രസ്റ്റിംഗും ആണ്, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ആണ്. അപ്പൊ ഇന്ന് തന്നെ എന്ത് ചെയ്യാം, മാപ്പ് നിങ്ങളുടെ സ്റ്റഡി റൂമിൽ മാപ്പ് ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് മാപ്സ് വാങ്ങിയിട്ട് തൂക്കിയിടുക. ഡെയിലി അത് നോക്കുക. ഓരോ സ്ഥലവും ലൊക്കേഷനും നോക്കി പഠിക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ ഓരോ മൗണ്ടെയിൻ റേഞ്ച് ഒക്കെ നമ്മൾ നോക്കി, അപ്പൊ ഇത് ഇവിടെയാണല്ലേ. ഇപ്പൊ വേൾഡ് മാപ്പിലൊക്കെ നോക്കുമ്പോൾ ഇപ്പൊ ആൽപ്സ് എന്നൊക്കെ നോക്കുമ്പോൾ ഈ കൺട്രീന്റെ ഇടയിലായിരുന്നു, ഇത് ഈ കോണ്ടിനെന്റിലായിരുന്നു അല്ലെ. അതുപോലെ തന്നെ യൂറോപ്പ്, റഷ്യ എന്ന് പറയുന്ന ആ ഒരു ഏരിയാസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള കുറേ കണ്ടന്റ്സ് നമുക്ക് കിട്ടും. അപ്പൊ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗും ആയിരിക്കും. അത് നിങ്ങളൊരു വേറൊരു എക്സാമിനോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിലോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നിങ്ങൾ പോലും അറിയാതെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിന്റെ ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റുന്നതും കാണാം. അപ്പൊ മാപ്പ് സ്റ്റഡി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ മാപ്പ് വെച്ചിട്ട് കൃത്യമായിട്ട് പറയാറുണ്ട് അല്ലേ, നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിക്കാറുണ്ട്, അത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മുടെ ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. 9496949929 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അഡ്മിഷൻ എടുക്കാൻ. നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളിലെ ഗ്രേഡിനനുസരിച്ചുള്ള ഓരോ ഗ്രേഡ്സിലെയും കുട്ടികൾക്ക് വേണ്ടുന്ന സിലബസ് പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങളുടെ സ്കൂൾ പഠനത്തെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ, എന്നാൽ നന്നായിട്ട് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്ററാക്റ്റീവ് സെഷൻസ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. നിങ്ങൾ സ്കൂളിലും അതുപോലെ തന്നെ നിങ്ങളുടെ സർക്കിളിലൊക്കെ നിങ്ങളൊരു സ്റ്റാർ ആവട്ടെ. അപ്പൊ നോളജ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നോളജ് ഉള്ളവർക്കേ എപ്പോഴും സ്റ്റാർ ആയിട്ട് നിൽക്കാൻ കഴിയൂ. സോ നിങ്ങളുടെ കരിയറും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങളും ഒക്കെ അച്ചീവ് ചെയ്യാൻ ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആവട്ടെ. അപ്പൊ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോളൂ. വീണ്ടും അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.